ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗ്യാസിന്റെ അടിയിലൊക്കെ ഫുഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീഴാറുണ്ടല്ലോ അല്ലെ. ഇതുപോലെ വീഴാറുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് പ്രാണികളും പല്ലികളൊക്കെ വന്ന് കിടക്കാറുണ്ട്. അപ്പൊ അതൊക്കെ പോക്കി എടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിനായി വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ഇല്ല. അപ്പൊ അതിനായി വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അപ്പൊ അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പാത്രത്തിലേക്ക് നമുക്ക് വേണ്ടത് ഒന്നുകിൽ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇടാൻ ഒന്നുകിൽ പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ഇട്ടെടുക്കുക. കല്ലുപ്പാണെങ്കിൽ കുറച്ച് ടൈം നമുക്ക് അതൊന്ന് അബ്സോർവ് ആവാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ എടുക്കുന്നത് പൊടിയുപ്പാണ് കേട്ടോ. ഇതുപോലെ പൊടിയുപ്പ് ഇട്ടെടുക്കുക. പൊടിയുപ്പിലൊക്കെ സാധാരണ ഇതുപോലെയുള്ള സ്പൂണൊക്കെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ, മരത്തിന്റെ. അതാകുമ്പോൾ അതിലെ ഈർപ്പം വലിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചിരട്ടയുടെ ഏതെങ്കിലും ഒരു പീസ് ഇതുപോലെ ഏതെങ്കിലും ഒരു കഷ്ണം പീസ് നമുക്ക് ഇതിലേക്ക് എത്തിച്ചു കൊടുത്താലും മതി കേട്ടോ. കല്ലുപ്പിലാകട്ടെ പൊടിയുപ്പിലാകട്ടെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അപ്പൊ ഈ ഒരു പൊടിപ്പിലേക്ക് ഞാൻ ഈ അടുത്തതായിട്ട് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ വിനിഗർ ആണ് കേട്ടോ. അപ്പൊ അതാ വിനിഗർ ഞാൻ അല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണോ പല്ലിയുടെ ശല്യം ഉള്ളത്, അതുപോലെ പാറ്റയുടെ ശല്യം എവിടെയാണോ ഉള്ളത്, ഒന്നുകിൽ നമുക്കൊരു ചെറിയ പാത്രത്തിലാക്കി ആ ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കുക രാത്രി. അപ്പൊ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ ഒരു ന്യൂസ് പേപ്പറോ എടുത്തതിന് ശേഷം, ഒരു ന്യൂസ് പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായും. അപ്പൊ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിന്റെ കഷ്ണമൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ന്യൂസ് പേപ്പർ നമ്മുടെ ഗ്യാസിന്റെ അടിയിൽ ഭാഗങ്ങളിലൊക്കെ, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ അടിഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ പ്രാണികളൊക്കെ അകന്നു പോകും കേട്ടോ. ഇങ്ങനത്തെ മതി. പക്ഷെ ഇത് ഉണങ്ങുന്ന വരെ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളിതൊരു കുപ്പിയുടെ മൂടില്, അതായത് നമ്മൾ ഈ ബോട്ടിലൊക്കെ ഇതുപോലെയുള്ള മൂടുകളിലാക്കി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ളിടത്തോളം കാലം ആ ഭാഗത്തേക്ക് പല്ലികളും പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വിനാഗിരി ആയതുകൊണ്ട് തന്നെ നല്ല നല്ല എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ ഒരു പീസൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുക. അതാവുമ്പോൾ നമുക്ക് ആർക്കും ഒരു ശല്യം ഇല്ല. അതുപോലെ ചെറിയ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ മൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മൂടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആരും പ്രത്യേകിച്ച് കുട്ടികളെ കണ്ണിലൊന്നും പെടില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടും ചെയ്യും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉരുകി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്റ്റ് ഈ അടുപ്പിന്റെ തൊട്ടതായ വെച്ച് കൊടുക്കാതിരിക്കുക. ഈ ഒരു സെന്റർ പോർഷൻ എടുത്തിട്ട് ഈ ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പല്ലിയുടെയും പ്രാണിയുടെയും ഒക്കെ ആ ഒരു ശല്യം നമുക്ക് കിച്ചണിൽ ഒഴിഞ്ഞു കിട്ടും കേട്ടോ.